welcome back to Xylem Banking. So as promised, ഏതൊരു ബാങ്ക് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ദൗത്യം. അത് ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണയും നമ്മൾ കർണാടക ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, ദാറ്റ് ഈസ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്തത്. ഇന്ന് അതേ സെയിം ബാങ്കിന്റെ തന്നെ പ്രൊബേഷണറി ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങി എന്ന് അറിയിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ എന്നൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്, എത്ര രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്, മാത്രമല്ല ഇതിന്റെ സാലറി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ PDF ഓൾറെഡി ഡൗൺലോഡ് 10 പേജുള്ള ചെറിയൊരു PDF ആണ്, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തവും കൃത്യവുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു അറ്റ് എവറി സ്റ്റേജ്. ഓൺലൈൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജിലും എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി കൊടുത്തിട്ടുള്ള PDF ആണ്. സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സിമ്പിൾ ആണ്. പോസ്റ്റ് ഇപ്പം ആസ് യു ഗൈസ് നോ, ഒരു ജൂനിയർ അസോസിയേറ്റിനെ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിനെ വിളിക്കുന്ന പോലെയല്ല പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ സ്കെയിൽ 1 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഉയർന്ന പൊസിഷനാണ്. അപ്പോൾ ക്വാളിഫിക്കേഷനും അതിനനുസരിച്ച് ഉയരും. പോസ്റ്റ് ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ, ഏതൊരു ഡിസിപ്ലിനിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അഗ്രികൾച്ചറൽ സയൻസിൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 5-year ഇന്റഗ്രേറ്റഡ് കോഴ്സ് ലോയിൽ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങൾ ഓൾറെഡി പാസ് ആയിട്ടുള്ളവരായിരിക്കണം. ഇപ്പോൾ പെർസ്യൂ ചെയ്യുന്നവർക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. റിസൾട്ട് വരാത്തവർക്കും അതുപോലെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഏജ് ക്രൈറ്റീരിയ അവർ എടുത്തു വന്നത് മാക്സിമം 28 വയസ്സാണ് പറയുന്നത്. 1996 നവംബർ 2 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അന്നോ അതിനുശേഷമോ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് 28 വയസ്സ് മാക്സിമം. ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. SC ST ആണെങ്കിൽ 5 years റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, കാരണം ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നല്ലൊരു പോസ്റ്റാണ്, നല്ല സാലറി പാക്കേജ് വരുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, മാത്രമല്ല ബാങ്ക് എക്സാംസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിലബസുമാണ്. ആപ്ലിക്കേഷൻ ഫീസിലേക്ക് വരുമ്പോൾ അത് വീണ്ടും എന്താ പറയുക, നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോകുമ്പോൾ കൊടുക്കുന്നതോ ആയ തുച്ഛമായ പൈസയേ ഉള്ളൂ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. നോക്കിയേ, ജനറൽ അൺറിസർവ്ഡ് OBC അതേഴ്സിന് 800+ ടാക്സ് ആണ്. SC STക്ക് 700+ ടാക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ 2 സിനിമ നിങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊടുത്ത് എക്സാം അപ്ലൈ ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്താൽ നിങ്ങളുടെ ലൈഫാണ് സെറ്റ് ആകുന്നത്. അവിടെ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം സാലറി തന്നെയാണ്. സ്റ്റാർട്ടിംഗ് പേ തന്നെ നോക്കി അറിയാം, 48,480 rupees per month ആണ്. മാത്രമല്ല CTC, കറണ്ട് CTC എന്ന് പറയുമ്പോൾ തന്നെ നോക്കിയേ 1,17,000 per month at മെട്രോ സെന്റേഴ്സ്. അപ്പോൾ നല്ലൊരു സാലറി പാക്കേജ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കാൻ ഒരു എക്സാമിന് ഒരു 800-700 രൂപ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു 800-700 rupees ലൈഫ് അവിടെ സെറ്റ് ആവുകയാണ് അല്ലേ. സോ ഇനി നമ്മൾ നോക്കാം എങ്ങനെയാണ് എക്സാമിന്റെ സെക്ഷൻസ് വരുന്നതെന്ന്. ടെനറ്റീവ്ലി സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന അനുസരിച്ച് 22/12/2024, അതായത് ഡിസംബർ 22-ാം തീയതി ആയിരിക്കും ഓൺലൈൻ ടെസ്റ്റ് നടക്കുക. സെന്റേഴ്സ് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണോ ടെസ്റ്റ് പാസ്സാവുന്നത് അവർക്ക് ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ സ്വന്തം കാശിനായിരിക്കണം, റീഇംബേഴ്സ്മെന്റ് ഉണ്ടാവത്തില്ല. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ടഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റഡ് ആവും. പോസ്റ്റഡ് ആയാൽ പോലും നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്, ഒരു 1 year പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. അതിനുശേഷം മാത്രമേ കംപ്ലീറ്റ് കൺഫർമേഷൻ ആവത്തുള്ളൂ. അതിനുശേഷം ഒരു സർവീസ് ബോണ്ട് നിങ്ങൾ സൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ഫോർ പീരീഡ് ഓഫ് 3 years. 3 years സർവീസ് ബോണ്ടും നിങ്ങൾക്ക് സൈൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെ. നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ട് ആയത് നവംബർ 30-ാം തീയതിയാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയത്, ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയതും ആക്ച്വലി ദാറ്റ് 30th തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് ഗേറ്റ് ഓപ്പൺ ആണ് ഇപ്പോൾ. അതായത് 10-ാം തീയതി, നമുക്ക് ഡിസംബർ 10-ാം തീയതി വരെ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്ത് പേയ്മെന്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 22-ാം തീയതിയാണ് ഇതിന്റെ ഓൺലൈൻ ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, കാരണം സിലബസ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആസ് യു നോ ദർ ഇസ് ലൈക്ക് ഡ്യൂറേഷൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓരോന്നും സെക്ഷണൽ ടൈമിംഗ് വരെ അവർ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ അവയർനെസ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 15 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ്. ജനറൽ അവയർനെസ് പറയുമ്പോൾ ബാങ്കിങ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 20 മിനിറ്റ്. റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 questions 40 മാർക്ക്
30 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് ഒക്കെ നല്ലപോലെ അറിയാവുന്ന അതിലൊരു അല്പം കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ മാർക്കുമുള്ള ഏരിയ ഇംഗ്ലീഷും ഇവിടെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ബാങ്കിങ് അവയർനെസ് ജനറൽ അവയർനെസ്സും ആണ്. പിന്നെ ഇപ്പോഴത്തെ എടുത്തു പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് ഒൺലി. കണ്ടല്ലോ, ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. ഈച്ച് ക്വസ്റ്റ്യൻസ് വിൽ ഹാവ് 5 ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവും. ആൻഡ് 1/4 നിങ്ങൾ റോങ് ആൻസർ ആണ് കൊടുക്കുന്നതെങ്കിൽ 1/4 ഡിഡക്റ്റ് ആവും. ഓക്കെ, മൊത്തത്തിൽ 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്, 120 മിനിറ്റ്സിനാണ് എക്സാം നടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ കൂടെ ആരും കൂടെ ഉണ്ട്. PO എക്സാം ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും. ഷോർട്ട് നോട്ട്സും essay റൈറ്റിംഗിൻ്റെയും 2 ക്വസ്റ്റ്യൻ 25 മാർക്ക് 30 മിനിറ്റ് സമയത്തിൽ. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 202 ക്വസ്റ്റ്യൻ 225 മാർക്ക് 150 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സൈലം ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് essay റൈറ്റിംഗും ലെറ്റർ റൈറ്റിംഗും എങ്ങനെ ചെയ്യുന്നുള്ള വളരെ വിശദമായ 2 വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ PDF, അതായത് ഡെമോ PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതെടുത്ത് വായിക്കാം. അതുപോലെ ക്വസ്റ്റ്യൻസും അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഒരു എക്സാം എഴുതുമ്പോൾ അതിന് 3 മാസം മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സിൽ ഭയങ്കര റെഗുലർ ആയിട്ട് റിപ്പീറ്റഡ് ആയി വന്ന ടോപ്പിക്കുകൾ എടുക്കുക. ആ ടോപ്പിക്കുകളിൽ എസ്സേയും ഷോർട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാമെന്ന ഒന്നാണ്. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ തുച്ഛമായ ഒരു വിലയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ജോലി കിട്ടും. കാരണം നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. അതായത് എഴുതി പരിചയമുള്ളവർക്ക് ആ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. മാത്രമല്ല പേടിയുള്ളവർക്ക് ആ പേടി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വെയിറ്റ്, just give it a try, write the exam and crack it. All the very best. അടുത്ത നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.